കട്ടപ്പനയിലെ ഇരട്ട കൊലപാതക കേസിൽ പ്രതി നിതീഷിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. 2 ദിവസങ്ങളിലായി നടത്തിയ തെരച്ചിലിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല. തൊഴുത്തിൽ കുഴിച്ചിട്ട മൃതദേഹം പിന്നീട് പുറത്തെടുത്ത് കത്തിച്ചു എന്നാണ് നിതീഷ് പോലീസിന് നൽകിയ മൊഴി. പ്രതികളായ വിഷ്ണുവിനെയും സുമയെയും അറസ്റ്റ് ചെയ്യുന്നതിലും ഇന്ന് തീരുമാനമുണ്ടാകും. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. രാഹുൽ വിജയൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? കാഞ്ചിയാറിലെ കൊലപാതകത്തിൽ ഇപ്പോഴും ദുരൂഹത ബാക്കിയാകുന്നോ? ഇരട്ട കൊലപാതകം നടത്തിയെന്ന് പ്രതി നിതീഷ് സമ്മതിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ രണ്ടാമത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തേണ്ടത് ഈ കേസിൽ നിർണായകമാണ്. അത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതി പല മൊഴികളാണ് ഇപ്പോൾ പറയുന്നത്. ആദ്യം പറഞ്ഞ മൊഴിയല്ല നിലവിൽ പറഞ്ഞിരിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം ആദ്യം തൊഴുത്തിൽ കുഴിച്ചു മൂടിയെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ പറയുന്നത് തൊഴുത്തിൽ നിന്ന് അത് പുറത്തെടുത്ത് വീണ്ടും അത് കത്തിച്ചു കളഞ്ഞു, ഇതാർക്കും അറിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലീസ് ഇത് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്. പ്രതി നിതീഷിനെ ചോദ്യം ചെയ്യുകയാണ്. ഇതിൽ ഇപ്പോഴും ദുരൂഹതകൾ ബാക്കിയാണ്. പല കാര്യങ്ങളും വ്യക്തമാകാനുണ്ട്. മാത്രമല്ല, ഇതൊരു ആഭിചാര കൊല നടന്നിട്ടുള്ള കേസാണോ എന്ന് പോലും സംശയമുണ്ട്. പോലീസും വ്യക്തമായ കാര്യങ്ങളൊന്നും മാധ്യമങ്ങളോട് പോലും പറയുന്നില്ല. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.